ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് സ്വയംഭു മനുവിൻ്റെ പുത്രിമാരുടെ സന്തതി ചരിത്രത്തെക്കുറിച്ചാണ്. ശ്രീ മൈത്രേയ പറഞ്ഞു, സ്വയംഭു മനുവിന് പ്രിയംവദൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരും ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്ന 3 പുത്രിമാരുമുണ്ടായി. ആഹൂതിയെ രുചി പ്രജാപതി വിവാഹം ചെയ്തു. ബ്രഹ്മതേജസ്വിയും ഭഗവത് ഭക്തനുമായ രുചി പ്രജാപതിക്ക് ശ്രീഹരിയജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ പുത്രനായി അവതരിച്ചു. ലക്ഷ്മി ദേവി ദക്ഷിണ എന്ന പേരിൽ പുത്രിയായി അവതരിച്ചു. നിത്യദമ്പതികളായ അവർ ഇപ്രകാരം അവതരിച്ച് ലോകസംഗ്രഹം ചെയ്തു. ദേവഹൂതിയുടെ 9 പുത്രിമാർക്കും ധാരാളം സൽസന്താനങ്ങൾ ഉണ്ടായി. അതിൽ അനസൂയയുടെ പതിയായ അത്രി മഹർഷി ജഗദീശന് സമമായ ഒരു പുത്രനെ ആഗ്രഹിച്ച് തപസ് ചെയ്തു. അപ്പോൾ ത്രിമൂർത്തികളും സന്തോഷിച്ച് തങ്ങളുടെ അംശമായ ഓരോ പുത്രനെ കൊടുത്ത് ബ്രഹ്മാവിൻ്റെ അംശമായി ചന്ദ്രനും, വിഷ്ണുവിൻ്റെ അംശമായി ശ്രീ ദത്താത്രേയനും, ശങ്കരാംശമായി ദുർവാസാവും ജനിച്ചു. പ്രസൂതിയെ ദക്ഷ പ്രജാപതി വിവാഹം ചെയ്തു. അവർക്ക് 16 പുത്രിമാരുണ്ടായി. 13 പുത്രികളെ ധർമ്മദേവനും ഓരോ പുത്രിയെ അഗ്നിയും പിതൃദേവതയും ശ്രീ മഹാദേവനും വിവാഹം ചെയ്തു. ധർമ്മദേവന് മൂർത്തിദേവിയിൽ ശ്രീഹരിനാരായണ ഋഷികളായി അവതരിച്ചു. ഉത്കൃഷ്ടമായ ആ അവതാര സമയത്തിൽ സമസ്ത ലോകങ്ങൾക്കും സുഖമുണ്ടായി. ദേവകൾ വാദ്യാഘോഷം ചെയ്ത് പുഷ്പങ്ങളെ വർഷിച്ചു. നാരദാദി മുനികൾ സ്തോത്രം ചെയ്തു. ലോകമെങ്ങും പരമോത്സവമായി. നരനാരായണന്മാർ ലോകശാന്തിക്കായി ഗന്ധമാദന പർവ്വതത്തിലിരുന്ന് തപസ് ചെയ്യുന്നു. ശ്രീപരമേശ്വരന്റെ പത്നിയായ സതീദേവിക്ക് മാത്രം സന്താനമുണ്ടായില്ല. എന്തെന്നാൽ ദക്ഷൻ ഒരു കാരണവും കൂടാതെ ശ്രീശിവനെ ദ്വേഷിച്ച് അപമാനിച്ചു. അതിനെ സഹിക്കാനാവാതെ സതീദേവി യോഗാഗ്നിയിൽ സ്വദേഹത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ദക്ഷനും ശിവനും തമ്മിൽ വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.